64 രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ ഒരു ബാനറിന് കീഴിൽ അണിനിരത്തി ഗിന്നസ് ലോക റെക്കോർഡ് നേടി ബുർജിൽ ഹോൾഡിംഗ്സ്. ഏറ്റവും അധികം രാജ്യക്കാർ ചേർന്ന് ഉയർത്തിയ ബാനർ എന്ന ലോക റെക്കോർഡാണ് ബുർജിൽ സ്വന്തമാക്കിയത്. 2019 ദുബായിൽ സ്ഥാപിക്കപ്പെട്ട 58 രാജ്യക്കാരുടെ റെക്കോർഡാണ് ഇതോടെ തിരുത്തപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മുൻനിരയിൽ നിന്ന് രോഗികൾക്ക് ആശ്വാസമേകിയവർ ശനിയാഴ്ച വൈകുന്നേരം അവർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ലക്ഷ്യം ചികിത്സയായിരുന്നില്ല, മറിച്ച് ഒരു സ്പോർട്സ് മൈതാനത്ത് ഒരേ ബാനറിന് കീഴിൽ അണിനിരന്ന യുഎഇയോടുള്ള തങ്ങളുടെ സ്നേഹവും ഐക്യദാർഢ്യവും ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു. ഫിലിപ്പൈൻസ്, ഇന്ത്യ, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങി ലോകമെമ്പാടുമുള്ള 64 രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര ആരോഗ്യ പ്രവർത്തകരെ അണിനിരത്തി ഏറ്റവും അധികം രാജ്യക്കാർ ചേർന്നുയർത്തിയ ബാനർ എന്ന ഗിന്നസ് ലോക റെക്കോർഡാണ് പ്രമുഖ മലയാളി ആരോഗ്യ സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിന്റെ നേതൃത്വത്തിലുള്ള ബുർജിൽ ഹോൾഡിംഗ്സ് സ്വന്തമാക്കിയത്. 2019 ദുബായിൽ സ്ഥാപിക്കപ്പെട്ട 58 രാജ്യങ്ങളുടെ റെക്കോർഡാണ് ഇതോടെ തിരുത്തപ്പെട്ടത്. ദേശീയ പതാക ഉയർത്താനും ഐക്യം ശക്തിപ്പെടുത്താനുമുള്ള യുഎഇ നേതൃത്വത്തിന്റെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വെറും 48 മണിക്കൂറിനുള്ളിലാണ് ഈ ബൃഹത്തായ പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേക സാഹചര്യങ്ങൾ മാറി രാജ്യം സാധാരണ നിലയിലേക്ക് മടങ്ങിയ ശേഷം മേഖലയിൽ നടക്കുന്ന ആദ്യത്തെ റെക്കോർഡ് ബ്രേക്കിംഗ് പരിപാടിയാണിത്. അബുദാബി സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച വാർഷിക കായികമേളയായ ബുർജിൽ ഗെയിംസിന്റെ സമാപന ചടങ്ങിലായിരുന്നു വിസ്മയിപ്പിക്കുന്ന ഈ പ്രകടനം. അബുദാബി ഹുദൈരിയത്ത് ദ്വീപിലെ മൈതാനത്ത് മഴയെ പോലും അവഗണിച്ച് 85 മീറ്റർ നീളവും 200 കിലോഗ്രാമിലധികം ഭാരവുമുള്ള കൂറ്റൻ ബാനർ ഉയർത്തിപ്പിടിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സംഘം 100 മീറ്ററിലധികം ദൂരം നടന്നു. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഹൃദയമിടിപ്പ് എന്ന പ്രമേയത്തിലായിരുന്നു ഈ ഐക്യദാർഢ്യ പ്രകടനം. യുഎഇയുടെ ത്തിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതിഫലനമായാണ് ഈ റെക്കോർഡെന്ന് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ഈ ചരിത്ര നേട്ടത്തിൽ യുഎഇയുടെ ആരോഗ്യമേഖലയിൽ നിർണായക പങ്ക് വഹിക്കുന്ന മലയാളി ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും പങ്കാളികളായി. ഔദ്യോഗിക ഗിന്നസ് വേൾഡ് റെക്കോർഡ് അഡ്ജുഡിക്കേറ്റർ റാഫത്ത് തൗഫീഖ് നേരിട്ടെത്തി വിജയം സ്ഥിരീകരിച്ചു. 2500-ലധികം പേർ പങ്കെടുത്ത ബുർജിൽ ഗെയിംസ് ഫെബ്രുവരി 28-ന് സമാപിക്കേണ്ടതായിരുന്നുവെങ്കിലും പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മാറ്റിവെക്കുകയായിരുന്നു. സാഹചര്യം മാറിയ പശ്ചാത്തലത്തിൽ യുഎഇയോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ മേള പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, ദുബായ്.